കൊങ്ങാക്കി കുത്തിപ്പിടിച്ചേക്കുക. അതുകൊണ്ട് അവരുടെ ജീവൻ കിട്ടിയത്. മറിയക്കുട്ടിയമ്മ അതിനാകൊണ്ടാ ജീവൻ. മജിസ്ട്രേറ്റ് മറിയക്കുട്ടിയമ്മ സ്പീക്കിംഗ് എപ്പിസോഡ്, പുതിയ എപ്പിസോഡിലേക്ക് നമസ്കാരം. ഇപ്പോഴിതാ മറിയക്കുട്ടിയമ്മ നമ്മുടെ മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അതായത് പിണറായി വിജയന്റെ പുന്നാര മരുമകൻ. എന്താണ് പുന്നാര മരുമകൻ മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറയാനുള്ളത്? ഭാവി മുഖ്യമന്ത്രി. ഭാവി എന്ന് പറഞ്ഞാൽ റിയാസിന് ജനങ്ങളോട് പറയാനുള്ള പവർ ഇല്ല. അതിലും പവർ എനിക്കുണ്ട്. കാരണം ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടല്ല വന്നേരം ഇരിക്കണതും ഇറങ്ങിയിട്ട് ഇന്ന് വരെ ജീവിക്കണതും. റിയാസിന് 2 പിള്ളേരുണ്ട്, ഇല്ലേ? 2 പിള്ളേരുണ്ട്. ആ പിള്ളേരുള്ള പള്ളേനെ കൊങ്ങായ്ക്ക് പിടിച്ച് കുത്തി കീറാൻ നോക്കിയപ്പോഴാണ് സൗണ്ട് മാറി കേട്ടപ്പോൾ അയലക്കംകാർ ഓടി വന്നു. അല്ലെങ്കിൽ അത് ശരിയാക്കി വെച്ച് പോരാനിരുന്നതാണ് തെളിവില്ലാതെ. അത് പിന്നെ ജനങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ ജീവനെ കിട്ടി. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് പിന്നെ അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 50 രൂപയ്ക്ക് ഈ പാളയത്ത് വേണ്ടത്ര പെണ്ണുങ്ങളെ കിട്ടും, എന്നെ വേണ്ടടിയെന്ന്. അത് ശരി, അങ്ങനെയൊക്കെ കിട്ടിക്കാണും. അതൊക്കെ കളഞ്ഞാച്ചാണല്ലോ പോകുന്നത്. കിട്ടിക്കാണും. അതായത് സത്യം പറഞ്ഞതാ. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വീഴ്ച വന്നേന്നാ പറയണേ. അതും ശരി തന്നെ, അതുണ്ടായിരുന്നു. അവളുള്ളത് ശരിയാ. അത് കഴിഞ്ഞ് വന്നേച്ച് ഇവിടെ വന്നു. പിണറായിയുടെ കേസ് നടത്തിയത് ഇയാളുടെ അപ്പനാന്നാണ് പറയുന്നത്. എന്റെ ഓഫീസ് കത്തിച്ച് ലാവ്ലിംഗ് കേസിൽ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തുണ്ടായത് അല്ല, ഇയാളുടെ വാപ്പ ഒരു അബ്ദുൽ ഖാദർ. ഇയാള് ഈ പിണറായിനെ സഹായിച്ചു ഈ കേസിൽ. ആ സഹായം കൊണ്ടാണ് ഈ പിണറായി മോളെ കൊടുത്തതെന്നാണ് പറയണത്. ആദ്യം പിണറായിയുടെ മോളെ കെട്ടിയതല്ലേ, പിള്ളേരുമില്ലേ? അതുകൊണ്ട് പിണറായിക്ക് ഉപേക്ഷിക്കാൻ ഒരു തരവും ഇല്ലാതെ വന്നു. എന്നാൽ എൻ്റെ മകളെ എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് പുതിയനം പറയുന്നത്. ഞാനും വിശ്വസിക്കും. കാരണം വിശ്വസിക്കാൻ പറ്റിയല്ല. ഇയാളുടെ തനിയാറ് അത് തന്നെയാണ്. നാണക്കെട്ട അവസാനം പറയാൻ ഒരു മടിയില്ല. ഈ റിയാസ് ഇനി വിളയെ ഒഴിവാക്കുമോ? അത് പിണറായി തെറ്റിയ റെഡിയാ. ഇന്ന് കൊണ്ടടക്കണം, വാപ്പ കൊണ്ടടക്കാമെങ്കിൽ നിൽക്കും. ഇല്ല എങ്കിൽ ആ സ്വർണ്ണക്കളവും റിയാസിനെ മൊഴി എടുത്തു കഴിഞ്ഞ് നേരായ റിയാസ് സ്ഥലം വിടും. അവന് മടിയുള്ളവനല്ല. അവൻ ഈ പറയും പോലെ ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. അവന് പെണ്ണ് കിട്ടൂലോ. അവൻ പറയണേ അങ്ങനെയാണല്ലോ. എവിടെയോ എനിക്കൊരു വിഷമമില്ല, എവിടെ നോക്കിയാലും എനിക്ക് പെണ്ണ് കിട്ടുമെന്ന് പറയാം. അത് CPM കിട്ടും. കിട്ടിയില്ല അവർ പിടിച്ചോണ്ട് വരും. അത് സത്യമാണ് പറയണേ. റിയാസിന് അതിനുള്ള കഴിവുണ്ട്, പിടിച്ചോണ്ട് വരും അവൻ. അവനിതൊന്നും ഒരു പുത്തിരിയല്ല, ഇതാദ്യമല്ല. അയാൾ പറയണതൊക്കെ ശരിയാ. ഇപ്പൊ ആൺകുട്ടികളൊക്കെ പെടിയിലാണല്ലോ CPM നടക്കുന്നത്. ഇപ്പം 3 കഴിഞ്ഞുണ്ടോ എൻ്റെ അറിവില്ല, കണ്ടില്ലായിരുന്നു. ചിറ്റിക എങ്ങനെയാ ഇവരാന്ന് മനസ്സിലായി. അരുവയും ചിറ്റികയുടെ മാല കഴിച്ച കിടന്നുണ്ട്. കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഈ പിള്ളേരോട് പറഞ്ഞു ഭയങ്കര എന്തോ ഒരു അത്ഭുതം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാണ് ഈ കൊച്ചങ്ങളെ പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയോ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാണ് വേഗം ഇവരെ വിളിച്ചു വേറെ പെണ്ണുണ്ടെന്ന് വേറെയും കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് പോലീസിനെ എൻ്റെ വീട്ടുകാരെ അറിയിച്ചാൽ. അവിടെ നിന്നാണ് ഇവരെ പിടിച്ചതും കൊച്ചങ്ങളെ ആശുപത്രിയിലാക്കിയതും ഇവന്മാരെ കോടതി ആക്കിയതും. അങ്ങനെയാണ് ഞാൻ കണ്ടത്. അതുകൂടാതെ ഓഫീസിൽ വെച്ച് പറഞ്ഞു. അത് MP മാരെ തിരഞ്ഞെടുക്കണം. ആ വോട്ടിൻ്റെ അന്ന് ഓഫീസിൽ പ്രസിഡൻ്റാണ് പിടിപ്പിച്ചവർ ആ കൊച്ചനെ. അതിനെ ആശുപത്രിയാക്കി. അത് ഞാൻ TV കാണണം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പെണ്ണിനെ ഇതുപോലെ വണ്ടിയെ കൊണ്ട് 2 സഹാക്കൾ അവരുടെ സഖാവ് തന്നെ ആ വണ്ടിയെ പിടിപ്പിച്ചു. അത് ഒരു ദിവസം വാർത്ത ഞാൻ കണ്ടുള്ളൂ. അവർ വിലക്കി, പിന്നെ കാണിച്ചിട്ടില്ല. അതും അവർക്ക് കൊടിയും കുത്തിക്കൊണ്ടോ പോയി. അരുവി ചിറ്റിയുടെ കൊടി പെണ്ണുങ്ങളുടെ ആ പെണ്ണുപിള്ളേരുടെ കഴുത്തേലും ഉണ്ട്. ഒറ്റയ്ക്ക് ഒരു ദിവസം കാണിച്ചുള്ളൂ. വാർത്ത പുറത്തു വിട്ടു. അപ്പോഴത്തേനും ഉണ്ടായി തടഞ്ഞു. അത് ഞാൻ കണ്ടതാണ്. ഞാനത് കാരണം ഇത് കാണാൻ മനസ്സിൽ വയ്ക്കും. വലിയ പ്രശ്നം മനസ്സിൽ വയ്ക്കും, ബാക്കി തള്ളിക്കളയും. അങ്ങനെയാണ്. ഈ ഭാവി മുഖ്യമന്ത്രിയാണ് റിയാസ് എന്നുള്ള പറയുന്നത്. അതാ പള്ളി പറഞ്ഞാൽ മതി. അതെ, വെള്ളത്തിൽ പോയിരുന്നു കടലിൽ കന്യാമാരുടെ മാണിക്യം എടുക്കാൻ. അവിടെ ചെന്നപ്പോൾ ഇവന് പറ്റിയില്ല. അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം കൊണ്ട് പറയണതാണ്. അവനെ പട്ടിക്കൊരു മന്ത്രിയാകാൻ പറ്റിയല്ല. പട്ടി നയിക്കാൻ പറ്റിയല്ല. പിന്നെയാണ് മനുഷ്യനെ. അത് നടക്കുമോ? അത് ജീവിതത്തിൽ നടക്കാൻ പോണില്ല. അപ്പം റിയാസിൻ്റെ മനസ്സിരിക്കുള്ളൂ. പിണറായി പറഞ്ഞു കാണും മുഖ്യമന്ത്രി ആക്കാന്ന്. അത് അവരെ വീട്ടിലാകും. പുറത്ത് ജനങ്ങൾക്കറിയാലോ പിണറായി റിയാസ് വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാന്ന് മാത്രം. നമ്മുടെ ഇവിടെ ചേലക്കരയിൽ MLA-യും മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണനെ എനിക്കറിയാം. മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചു. മന്ത്രിസ്ഥാനം തെറിച്ചു. അത് ഞങ്ങൾ ഇത് അദ്ദേഹം നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിൽക്കൂ എന്നുള്ള പേടിയില് മാറ്റിയതാണോ അല്ല വേറെ ആവശ്യമില്ലല്ലോ? ഇവരെപ്പോഴും പറയണ്ടല്ലോ, പണ്ട്
ഞങ്ങൾ ജയിക്കണം പിന്നെ കുറേ പാവങ്ങളുണ്ടായിരുന്നു, അവർക്ക് വസ്ത്രം ഇല്ലായിരുന്നു. അവർ ജയിച്ചപ്പോൾ പിന്നെ വസ്ത്രം ഉണ്ടായത്. മറ്റേ ആൾക്കാർ താന്ന ജാതിക്കാർക്ക് വസ്ത്രമൊന്നുമില്ല. ഞങ്ങൾ ജയിച്ചപ്പോഴാണ് വസ്ത്രം ഉണ്ടായത്. അത് ശരി തന്നെയാണ്, വസ്ത്രം ഉണ്ടായത് ശരിയാണ്. കാരണം അതങ്ങനെയാണ്. അന്ന് ഇവർ കാട് കയറിയാണ് നടന്നത്. അന്ന് സീൽമോതിരം കാണും കയ്യിൽ കൊണ്ട് കൊടുക്കണം കമ്മ്യൂണിസ്റ്റുകാരാണെന്നും പറഞ്ഞ് അന്ന് പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ടാകും. നല്ല മേടുമായിരുന്നു ആ സമയത്താണ് നക്സലേറ്റ് ആകാൻ കാട്ടിൽ പോയി മല്ലിക, കുറിഞ്ഞാങ്കുളം തോമസ്, ഈ ഒരു ഈപ്പൻ, പിന്നെ കുത്താട്ടോളം മുട്ടാശ്ശേരി കുഞ്ഞുട്ടി അന്ന് കാട്ടിൽ പോയി കഥയെടുത്തായിരുന്നു. മല്ലിക ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് 2 പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ വീട് കെട്ടിത്തരാം, ഇവരൊക്കെ എനിക്കറിയാം. നാസിലേറ്റായിട്ട് ഈ 1000 ഏക്കർ മാങ്കടവിൽ ഒരു സാറിൻ്റെ കഴുത്ത് വെട്ടി. അവിടെ നിന്ന് പോയി വെമ്പാറ ചെന്ന് കൊള്ളയടിച്ച് സ്വർണ്ണങ്ങളെല്ലാം വെക്കണം. അവിടെ നിന്ന് അവർ വയനാട്ടിൽ പോയി ഒരു ചെട്ടിയുടെ കഴുത്തറുത്ത് ഗേറ്റിങ്ങൊക്കെ ഉണ്ടാച്ചു. പിന്നെ ചാലിയേരി എന്ന് പറഞ്ഞ നമ്മുടെ മന്നങ്കണ്ടത്തിൽ നിന്ന് പോയതാണ്. അവിടെ കുടുംബ വഴക്കാണ്. അങ്ങനെ റോഡാ പോയപ്പോൾ മെൻറ്റി പോർന്നത്. ഞങ്ങളുടെ കുടുംബക്കാരി അന്വേഷിച്ചില്ല. നാസിലേറ്റാരോ എന്നു ഇവർക്ക് അറിയില്ല. അവിടെ കയറി മുടുക്കത്തിന് കൂടി കണ്ടിച്ച് കെട്ടിത്തോയി. ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നാസിലേറ്റുകാർ. ആ 2 പിള്ളേരെ പിടിക്കാനുള്ള പവർ ഇവർക്കില്ല. ഞാൻ ആ തൊണ്ടി സ്ഥല വീടുകൾ കാണിച്ചു തരാം. ഈ പെണ്ണ് പറഞ്ഞപ്പോൾ ബന്ധുക്കോച്ചിട്ട് ഉദ്ദേശിയായി. കുറിഞ്ഞാങ്കുളം തോമസ് ഇതിൻ്റെ മെയിൻ ആളാണ്. ഇവിടെ നയത്തിലേറ്റുണ്ടായ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ കയറി ഇപ്പോൾ ഒരു 10-50 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇറക്കിയും കഴിഞ്ഞ് പോയ ഇവനിപ്പോൾ ഒന്നും പറ്റാതെ വന്നപ്പോൾ KC പാർട്ടി ജോലി കൊടുത്തു കുറിഞ്ഞാങ്കുളം തോമസ്. അപ്പോൾ അവർ ആർക്കാ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഇവർ കമ്മ്യൂണിസ്റ്റുകാരാ. അവർ വനത്തിൽ പോയി വലിയയാക്കി കഥയെടുത്ത് അവരെ ഭർത്താവ് ഉപേക്ഷിച്ചു. കാട്ടിൽ പോയി കഥയെടുത്ത് വനത്തിൽ പോകണമെങ്കിൽ നക്സലേറ്റുകാരല്ലേ പോണേ. ആ പെണ്ണുമ്പിള്ള വലഞ്ഞ് എന്ത് കഷ്ടപ്പെട്ടവിടെ മരിച്ചാൽ ജനക്ക് പൊതുവെ ഇഷ്ടമല്ലായിരുന്നു, ആർക്കും ഇഷ്ടമല്ലായിരുന്നു. നക്സലേറ്റായിരുന്നു. അതിൽ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇവരാരെയും പറയണം. ഞാൻ കണ്ട കാര്യങ്ങൾ പറയാം, ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ മാതം വന്ന് തളർന്നു കിടന്നതിൻ്റെ പട്ടാളക്കാരെടുത്ത് വണ്ടിയിലേക്ക് ഇടുമ്പോൾ ഞങ്ങൾ കൊയ്ത്തുകാർ ഞങ്ങൾ ചുറ്റി നോക്കുമ്പോഴാണ് എടുത്ത് വണ്ടിയിലേക്ക് ഇടുന്നത്. വാദം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ പള്ളിക്കുറിച്ച് പോകുമ്പോൾ പട്ടാള വണ്ടി പേടിച്ച് കാട്ടിക്കയറി ഞങ്ങളുടെ അടുത്തോടെ വന്ന് പോയിട്ടുണ്ട്. ഈ പൂച്ച പട്ടാളം എന്ന് പറയും. അന്ന് ആയിട്ട് ചെന്നപ്പോഴത്തേനും ആൾക്കാരോ മൊത്തായി അതിൻ്റെ പെങ്ങളൊക്കെ വലിയ ചൊട്ടൊരിക്കാൻ വേണ്ടി തൊണ്ടുണ്ട്. ആ തൊണ്ടിക്കടെ കയറി സ്ഥലം വിട്ടപ്പോൾ ഇവർ 100 വഴിയുണ്ടോ എവിടെയാണെന്ന് നിശ്ചയിക്കാവും. അങ്ങനെ അവർ വന്നു. അവിടെയൊക്കെ നടന്ന സംഭവം എനിക്കറിയാം. ഇവർ നല്ലോണം കയറിയ കമ്മ്യൂണിസ്റ്റുകാരല്ല, കൊള്ളയടിച്ച് കയറിയതാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഇവരാരാ തുണി പിടിപ്പിച്ചെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ചെറുപ്പത്തിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരില്ല. ആരംഭത്തിലെ കാര്യം പറയണേ കൈലി സ്റ്റീൽ മോതിരം അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നത്. പേടിച്ച് കുടിക്കാനാണ് മറ്റുള്ളവർ. ഈ രീതിയിലാണ് ആർക്കും ഒരു തുണി മേടിച്ച് കൊടുത്തത് എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ കാരണന്മാർക്കൊന്നും മേടിച്ച് കൊടുത്തത് എൻ്റെ അറിവിൽ ആർക്കും കൊടുത്തത്. പിന്നെ ഒരു കൊള്ളയെടുത്തിട്ട് അരക്കാരുടെ ഭൂമി കയറിയെടുത്തത് ആയിട്ട് ഇവർ വോട്ടെണ്ണി നോക്കും, ജനസംഖ്യ നോക്കും. ഇവിടെ ഈ 1000 ഏക്കർ നടന്നു 10-20 വോട്ടുണ്ട് ഒരു വീട്ടിൽ ചേട്ടനനിയന്മാർ. അപ്പം മാത്തൂ സാറെന്ന് പറയും പട്ടാളക്കാർക്ക് ഈ വോട്ട് കൊടുത്ത സ്ഥലം കൃഷിക്ക് മേടിച്ച് 16 ഏക്കർ സ്ഥലം മേടിച്ച് കൊടുത്ത് ആദ്യം അവൻ പങ്ക് കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇടപെട്ട് കൊടുക്കണ്ട അത് ഞങ്ങളെ ഏറ്റുണ്ട്. പിന്നെ ഈ സാറ് കോടതിയിൽ കയറി അവിടെ ഇവിടെ കയറി നടന്ന് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൈഡാണ്. അങ്ങനെ സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള അങ്ങനെ സഹായിക്കാൻ ആ 16 ഏക്കർ എന്ന് പറഞ്ഞാൽ ഈ വോട്ടെണ്ണി നോക്കിയിട്ടാണ് പിടിച്ചത്. ആ 16 ഏക്കർ പിടിച്ചു കൊടുത്തു. ഭ്രാന്ത് വെട്ടിക്കൊല കുത്തിക്കൊല വീട്ടിൽ കിടക്കാൻ ദൈവം വിടണില്ല. ഇവർ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചു കൊടുത്തത് ദൈവം പിടിച്ചിട്ടുണ്ട്. ഒരു സ്വത്തായിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റണില്ല. അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഇവർ സഹായിച്ചേക്കണം. അല്ല ഇവരുണ്ടാക്കിയവരൊന്നും ആർക്കും സഹായിച്ചിട്ടില്ല. ഇവർ കണ്ടവരുടെ പിടിച്ചു പറി ഇപ്പം എൻ്റെ വീട് പിടിച്ചു പറിച്ചു കൊടുക്കാമെന്ന് നോക്കി അവർക്ക് പോലീസില്ലേ. അതുപോലെ തന്നെ അങ്ങനെ നടത്തി തുണി മേടിച്ചു കൊടുക്കുക. അത് ആർക്കാന്ന് അത് അവർക്ക് തന്നെ നിശ്ചയമില്ല. വെളിവില്ല പലർക്കും കൊടുക്കും. അത് ആർക്കാന്ന് കൊടുത്തവർക്ക് അറിയാൻ പാടില്ല, ഉണ്ടായിക്ക് അറിയാൻ പാടില്ല. പിന്നെയാണ് ഇവർക്കറിയാവുന്നത്. ഭരിക്കുന്നവനും ഇപ്പം ജനത ഏതാണെന്ന് അറിയാൻ പാടില്ല. ഇവർ ചെന്ന് ബാലിനൊക്കെ ചെന്ന് പറഞ്ഞെങ്കിൽ ഗോവിന്ദനൊക്കെ പറഞ്ഞാലാ ഉണ്ടായിക്കറിയാവും. അത് തന്നെ എഴുതി കൊടുത്ത് ഇവരെ ട്യൂഷൻ പഠിപ്പിച്ചായിട്ടാണ് പിണറായിനെ കൊണ്ട് പറയിപ്പിക്കണം. അതാ പിണറായിക്ക് അത്രയൊന്നും അറിയാൻ പാടില്ല. എഴുതി കൊടുക്കണം, എഴുതി കൊടുത്ത് പിണറായിനെ പഠിപ്പിക്കുക. അല്ല ഒരു ദിവസം റിയാസ് പിണറായിനെ പിടിച്ച് പുറത്താക്കിയിട്ട് മുഖ്യ സ്ഥാനത്ത് കയറി ഇരിക്കുവോ? അത് മത്സ്യകന്യകളുടെ മാണിക്യം എടുക്കുമെന്ന് പറയേണ്ടത് നടക്കുമോ? കടലിൻ്റെ അടിയിലും മാണിക്യം മത്സ്യകന്യകളുണ്ട്, അവരുടെ കയ്യിലാണ് മാണിക്യം. അത് റിയാസ് എടുക്കുമെന്ന് പറയേണ്ടത് നടക്കുമോ? എനിക്ക് മനസ്സിലായില്ല. നടക്കുമോ?
അത് നടക്കും, ഇത് നടക്കും. മത്സ്യകന്യമാരുടെ കയ്യിൽ മാണിക്യമുണ്ട്. സ്വന്തം ഭാര്യനെ ചവിട്ടി വീഴ്ത്തി ഒന്നായിക്ക് പിടിച്ച് 2 കുട്ടികളെ വഴിക്കിലിട്ട് ആണ് റിയാസ്. അപ്പൊ ഇയാക്കടെ മോളോ ആദ്യം കല്യാണം കഴിച്ചു, വേറെ ആളുടെ കൂടെ കഴിഞ്ഞു. അതിനുശേഷം റിയാസ് കല്യാണം കഴിച്ചു. ഇയാക്കടെ മോളോ ശരിയാണോ? അതാ ഞാൻ പറഞ്ഞ ഈ പിണറായിക്ക് നാണം കെട്ട് അവിടെ നിന്നും കെട്ട് അഭിഷേകം കെട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയില്ല. അവിടെ പരിക്കാത്തുണ്ടല്ലോ, പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? എല്ലാം ഉണ്ടോ? നമ്മുടെ പരിക്കാത്ത് ഇരിക്കുക, എൻ്റെ ചുറ്റും എൻ്റെ മക്കളിരിക്കുക, എങ്ങനെയുള്ളത്? പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നാട്ടുകാരുടെ കാര്യം എങ്ങനെ പറയും? അത് പറ. അവിടെയല്ലേ കളി. നാണം കെട്ടവന് എന്തൊക്കെ പറയാം. അഭിഷേകം കെട്ട നാണം എന്തോ ഒരു പറ്റി ദൈവത്തിൽ. അതുപോലെ ചാലുകാരെ പട്ടിയെന്ന് വിളിച്ചു കൃഷ്ണദാസ് ഇല്ലേ, വിളിച്ചില്ലേ? ഇറച്ചി കഷ്ണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പട്ടികൾ. പട്ടികൾ. ആ പട്ടികളുണ്ടല്ലോ, ഈ പട്ടി ആ പട്ടി അത് ആരാ? കൃഷ്ണദാസ്. അതുപോലെ എന്തോരം പട്ടികൾ കൃഷ്ണദാസിനെ പോലെ ഉണ്ടെന്ന് പറയാം. ആ പട്ടി പിടിച്ചു, ഈ കൃഷ്ണദാസിന്റെ പട്ടി അത് പിടിച്ചു പറിക്കാൻ പറ്റും. ഒരു പട്ടി കൊണ്ട് അവിടുന്ന് ഈ പട്ടി പിടിച്ചോട്ടെ. ഒരു പിശാച് വിഷമം അടുത്ത പിശാച് ആ പിശാചിന്റെ കണ്ണീര് നക്കി കുടിക്കുക. അപ്പൊ ഈ കൃഷ്ണദാസ് ആ കണ്ണീര് നക്കി കുടിച്ചു. ഞാൻ പറയണേ, ഈ ലോകത്തിലേക്ക് ജനക്ക് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയല്ല വാർത്ത കൊടുക്കുന്നവർ, അവരല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും അറിയില്ല. എന്തോരം എണ്ണം പണ്ട കുഴിച്ചിട്ടാരെ. അപ്പം ജനങ്ങളെ രക്ഷിക്കണത് ഈ വാർത്ത ചാലുകാരാണ്. അനേകം കുട്ടികളെ കാണാതെ പറ്റും. ഇവരെല്ലാം തേടി തന്നത്. അനേകം പേര് ഓരോ സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട്, വലിയ ജോലി മേടിച്ചു കൊടുക്കാൻ. അവരെല്ലാം ഇങ്ങോട്ട് രക്ഷിച്ചു കൊണ്ടുവന്നത്. പിന്നെ അവരെ പട്ടി എന്ന് പറഞ്ഞാൽ ദാസൻ്റെ ഭാര്യ പട്ടി, അവരെ പട്ടി എന്ന് പറയും. പട്ടിയുടെ പട്ടി, അവിടെ നിന്നും പട്ടി. ആരാ? കൃഷ്ണദാസ്. 100,000 പട്ടി. അല്ല, ഒരിക്കലും ഒരു ചാലുകാരെ പറയാൻ പറ്റിയല്ല, ഒരിക്കലും. കാരണം എന്താണെന്നറിയാം, എന്തോരം പേർക്ക് വീടില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ കാണാതെ പോയിട്ടുണ്ട്, തട്ടിക്കൊണ്ടുപോയി. ഈ ചാലുകാരുടെ ഒരു കഴിവല്ലെങ്കിൽ ആ കൊച്ചിനെ അവർക്ക് കിട്ടൂല. ഞാൻ കണ്ടുകൊണ്ടിരിക്കണതാ അല്ലേ. ലോകത്തിൽ പണ്ടൊക്കെ എന്തോരം കൊന്നുകളുണ്ട്, അന്ന് ഇതുപോലെ ഇല്ല. അതുകൊണ്ട് ഇത്തിരി തേച്ചു വെച്ച് പോയിട്ടുണ്ട്. ഇപ്പം അത് നടക്കുകയില്ല. അത് കൃഷ്ണദാസിന് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. കൃഷ്ണദാസിന് കാരണം അവർ ഒത്തിരി ഇങ്ങനെ ഒതുക്കണ്ട, അത് പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിന് വിഷമയില്ലേ. അതാണ് ഈ ഇറച്ചി തിന്നാണോ കൊണ്ടോണേ. തീറ്റൂല, ദാസിനെ കൊണ്ട് തീറ്റൂല ഇറച്ചി. അതല്ലേ ദാസിന് ഇത്രയും വിഷമമായത്. അതാ പറഞ്ഞു, പട്ടിയുടെ പട്ടി, അവിടുത്തെ പട്ടി കാലം പറ്റി, പേപ്പറ്റി. അതാണ് പേപ്പറ്റി. അതാരാ? കൃഷ്ണദാസ പേപ്പറ്റി. അതറിയാവോ? പെട്ടിയുടെ പട്ടി, മാണം കെട്ട പറ്റി. ഇത് പൊതുജനം കേൾക്കുമെന്ന് ഇവൻ അറിയണം. ഇവൻ അവിടെ കയറി വെച്ച് കൊണ്ടുവരാൻ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ കാണുക. പറയാൻ കൊള്ളാവോ? ഒരു ഉത്തർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ചാലുകാരെ എനിക്ക് ചാലുകാരുകാരനെ ഇത് കിട്ടിയത്. അങ്ങനെ എനിക്ക് ഇന്നും കിട്ടൂല, കിട്ടൂല. ധൈര്യം ഉണ്ട് എനിക്ക് കിട്ടൂല. എന്തായാലും റിയാസ് സ്വപ്നം കണ്ടിരുന്നാൽ മതി, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല എന്ന് ഞാൻ തറച്ചു പറയാണ്. കൃത്യമായി സൂര്യനെ പിടിക്കുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയാവും. സൂര്യനെ പിടിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുമെന്ന് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലും റിയാസ് മുഖ്യമന്ത്രി ആവില്ല. തറച്ച് ഞാൻ പറയാം, സൂര്യനെ പിടിക്കാമെങ്കിൽ ആ മുഖ്യമന്ത്രിയാവും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാത്തിരിക്കാം.